അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ദുനിയാവിലെ ജീവിതത്തിൽ വിശ്വാസികളായ നാം എല്ലാവർക്കും ഒരുപാട് ഖൈറുകളും വരാറുണ്ട്, ഒരുപാട് ഷർറുകളും വരാറുണ്ട്. അത്തരത്തിലുള്ള ദുഃഖവും സന്തോഷവും കൂടിച്ചേർന്ന ഒരു ജീവിതമാണ് നാം എല്ലാവരും ഇന്ന് ദുനിയാവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഏതൊരു ബുദ്ധിയുള്ള മനുഷ്യനും ആഗ്രഹിക്കുന്ന ജീവിതം നല്ല ഹൈറായ ജീവിതമാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഹൈർ മാത്രം നമ്മൾ ആഗ്രഹിച്ചതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അത് വന്നു ചേരില്ല. അതിന് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പ്രധാനമായിട്ടും അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ് വേണ്ടത്. അതായത് നാമൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് മുറാദുകൾ ഉള്ളവരാണ്, ഒരുപാട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെയുള്ളവരാണ്. മാത്രമല്ല എല്ലാവരും ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ഖൈറും ബറക്കത്തുമുള്ള ഒരു ജീവിതമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ അതൊക്കെയും നമുക്ക് നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ് വേണ്ടത്. എന്നാൽ ഒരുപാട് ആളുകളും പറയുന്ന ഒരു കാര്യമാണ് അവരുടെ ദുആ അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുന്നില്ല എന്ന്. അവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒന്നും അവർ ഉദ്ദേശിക്കുന്നത് പോലെ അവർക്ക് നിറവേറി കിട്ടുന്നില്ല എന്ന് ധാരാളം ആളുകളും പറയുന്ന ഒരു കാര്യമാണ്. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, ഇൻഷാ അല്ലാഹ് ഈ കാര്യം നിങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ദുആ അള്ളാഹു സ്വീകരിക്കും. അത്രക്കും വലിയ മഹത്വമുള്ള, വലിയ ശ്രേഷ്ഠതയുള്ള ഒരുപാട് ആളുകൾക്കും അവരുടെ ജീവിതത്തിൽ വലിയ ഫലം കിട്ടിയ ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നാം എല്ലാവരും ദുആക്ക് ഇജാബത്തുള്ള ദിവസങ്ങളിലും സമയങ്ങളിലുമൊക്കെ ദുആ ചെയ്യുന്നവരാണ്. 5 വക്ത് നിസ്കാരത്തിന് ശേഷവും തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷവും പാതിരാ രാത്രിയിലുമൊക്കെ നമ്മൾ ദുആ ചെയ്യുന്നവരാണ്. എന്നാൽ ആ ദുആയിൽ നമ്മൾ ചില ശൈലികൾ കൊണ്ടുവന്നാൽ, ചില അസ്മാവുകൾ ദിക്റുകൾ നമ്മൾ ചേർത്തിക്കൊണ്ട് നമ്മൾ ദുആ ചെയ്താൽ ആ ദുആ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു തആല തള്ളിക്കളയില്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ 4ഓളം സ്ഥലങ്ങളിൽ വ്യത്യസ്ത ശൈലിയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ദുആ ചെയ്യുക എന്ന്. ഈ കാര്യം പരിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറയാൻ കാരണം, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമങ്ങൾ, അള്ളാഹുവിൻ്റെ സുന്ദരമായ നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്ത് ഉറപ്പാണ്. ആ ദുആ ഉറപ്പായിട്ടും അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ 99 നാമങ്ങൾ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ദുആക്ക് ഇജാബത്ത് ഉറപ്പാണ്. എന്നാൽ അസ്മാഉൽ ഹുസ്നയിലെ 99 നാമങ്ങളിലെ ഓരോ നാമങ്ങൾക്കും പ്രത്യേക ഗുണങ്ങളും നേട്ടങ്ങളുമാണ്. ഈ ഇസ്മുകളിൽ വലിയ പവറുള്ള ഇസ്മുകളുമുണ്ട്. അള്ളാഹുവിൻ്റെ അസ്മാവുകളിൽ ഇസ്മുൽ ആളമാണ് എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞ ഒരു നാമമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങളിൽ അവസാന ഭാഗത്തായിട്ടുള്ള പരിശുദ്ധമായ വലിയ മഹത്വമുള്ള വലിയ പവറുള്ള ഒരു ഇസ്മാണ് യാദൽ ജലാലി വൽ ഇക്റാം. യാദൽ ജലാലി വൽ ഇക്റാം, ഉന്നതവും മഹത്വവും ബഹുമാനവും ആദരവും ഉള്ള അള്ളാഹുവേ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം വരുന്നത്. ഈ നാമത്തിൽ അള്ളാഹുവിനെ വളരെ വലിയ രീതിയിൽ പുകഴ്ത്തുന്ന ഒരു നാമമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ഏറ്റവും ഇഷ്ടമാണ് അള്ളാഹുവിനെ വലിയ രീതിയിൽ പുകഴ്ത്തി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിക്ർ നമ്മൾ ധാരാളം ചൊല്ലിയാൽ
അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ വളരെ വലിയ രീതിയിൽ ഇഷ്ടപ്പെടും. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നമുക്ക് നിറവേറ്റിത്തരും. അത് നമ്മൾ മനസ്സിൽ കരുതിയാൽ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ പോലും ചിന്തിക്കാത്ത വഴികളിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നിറവേറ്റിത്തരും. വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും. കാരണം അള്ളാഹു നമ്മെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹു വലിയ വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകും. ഈ നാമം യാദൽ ജലാലി വൽ ഇക്റാം ഇസ്മുൽ അളമാണ് എന്ന് പണ്ഡിതന്മാർ പറയാൻ കാരണം എന്താണ്? അള്ളാഹുവിൻ്റെ അസ്മാവുകളിൽ ഏറ്റവും പുണ്യമുള്ള നാമം, വലിയ പവറുള്ള വലിയ മൂർച്ചയുള്ള ഒരു നാമമാണ് ഇത്. ഈ നാമം ചൊല്ലിക്കൊണ്ട് നമ്മൾ എന്ത് തന്നെ അള്ളാഹുവിനോട് ചോദിച്ചാലും ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും അള്ളാഹു നമുക്കത് നിറവേറ്റിത്തരുന്നതാണ്. ഒരിക്കൽ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ രാജദർബാറിലുള്ള ആളുകളോട് ചോദിക്കുന്നുണ്ട്. എന്താണ് ചോദിക്കുന്നത്? ബൽക്കീസ് രാജ്ഞി അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ ആ സിംഹാസനം എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കാൻ ആർക്കാണ് കഴിയുക എന്ന്, ആർക്കാണ് സാധിക്കുക എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ രാജദർബാറിലുള്ള ആളുകളോട് വിളിച്ചു ചോദിച്ചു. എന്നാൽ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ രാജദർബാറിൽ കേമന്മാരായ മല്ലന്മാരായ ഇഫ്ലീത്തിനെ പോലാത്ത ജിന്നുകളുണ്ട്. മാത്രമല്ല അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുണ്ട്, സ്വാലിഹ്യങ്ങളുണ്ട്, മന്ത്രിമാരുണ്ട്, പട്ടാളക്കാരുണ്ട്. അങ്ങനെ തുടങ്ങിയ വ്യത്യസ്തങ്ങളായ പല പല കഴിവുള്ളവർ കൂടിയിരിക്കുന്ന രാജദർബാറിലേക്കാണ് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചു ചോദിക്കുന്നത്. ആർക്കാണ് ആ സിംഹാസനം എളുപ്പത്തിൽ കൊണ്ടുവരാൻ സാധിക്കുക എന്ന്. ആ സമയത്ത് മല്ലനായ വലിയ പവറുള്ള വലിയ ശക്തിയുള്ള ഇഫ്ലീത്ത് എന്ന ജിന്ന് പറയുകയാണ്, താങ്കൾ ഇരിക്കുന്ന ഈ കസേരയിൽ നിന്നും ഉച്ച സമയമാകുമ്പോഴേക്കും താങ്കൾ എണീക്കുമല്ലോ. ആ സമയമാകുമ്പോഴേക്കും ഞാൻ ആ സിംഹാസനം ഞാൻ ഇവിടെ എത്തിച്ചോളാം എന്ന് ആ മല്ലനായ വലിയ ശക്തിയുള്ള വലിയ പവറുള്ള ആ ജിന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു. എന്നാൽ അതേസമയം അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു മഹാൻ എണീറ്റ് നിന്ന് പറഞ്ഞു. സുലൈമാൻ നബിയോട് പറഞ്ഞു, അങ്ങയുടെ കണ്ണ് അടച്ച് തുറക്കുന്ന സമയം കൊണ്ട് ആ സിംഹാസനം ഞാൻ ഇവിടെ എത്തിച്ചോളാം എന്ന് പറഞ്ഞു. എന്നാൽ പറയേണ്ട താമസം ആ സിംഹാസനം ആ രാജദർബാറിൽ എത്തുകയും അങ്ങനെ എല്ലാവരും വളരെ വലിയ രീതിയിൽ അത്ഭുതപ്പെടുകയും ചെയ്തു. എന്നാൽ ആ മഹാന് പെട്ടെന്ന് ആ സിംഹാസനം അവിടെ എത്തിക്കാൻ കഴിഞ്ഞത് ആ മഹാൻ അള്ളാഹുവിൻ്റെ ഇസ്മുൽ ആളം പറഞ്ഞുകൊണ്ടാണ് ദുആ ചെയ്തത്. അതായത് യാദൽ ജലാലി വൽ ഇക്റാം എന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമം ചൊല്ലിക്കൊണ്ടാണ് ആ മഹാൻ ദുആ ചെയ്തത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല സെക്കൻഡുകൾക്കുള്ളിൽ ആ സിംഹാസനം അവിടെ എത്തിച്ചു കൊടുത്തത്. പറഞ്ഞു വന്നത് യാദൽ ജലാലി വൽ ഇക്റാം എന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമം ചൊല്ലിക്കൊണ്ട് നമ്മൾ എന്ത് തന്നെ നല്ല ഹലാലായ കാര്യങ്ങളും അള്ളാഹുവിനോട് ചോദിച്ചാൽ അത് നമുക്ക് പെട്ടെന്ന് അള്ളാഹു നിറവേറ്റിത്തരും. അതിന് വ്യക്തമായിട്ടുള്ള ഒരു തെളിവാണ് ഈ ചരിത്രം. അപ്പോൾ അത്രക്കും വലിയ പവറുള്ള ഒരു ദിക്റാണ് ഇത്. അതുകൊണ്ടാണ് അതിലൊക്കെ 7 പ്രാവശ്യം ഈ യാദൽ ജലാലി വൽ ഇക്റാം എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് തന്നെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ആയിക്കോട്ടെ, നിങ്ങൾ അത് ജീവിതത്തിൽ
ഒരിക്കലും ഇനി നടക്കില്ല എന്ന് എഴുതി തള്ളിയ കാര്യങ്ങളായാലും, ലോകം മുഴുവനും നിങ്ങൾക്ക് ആ കാര്യം നടക്കില്ല, നിങ്ങൾക്ക് അത് നിറവേറിക്കിട്ടില്ല എന്ന് പറഞ്ഞാലും, നിങ്ങൾ ഈ യാദൽ ജലാലി വൽ ഇക്രാം എന്ന ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ എന്ത് തന്നെ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിങ്ങൾക്ക് നിറവേറി കിട്ടുന്നതാണ്. ഇനി നിങ്ങൾ ഈ ദിക്ർ എല്ലാ ദിവസവും പതിവായി ചൊല്ലുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലും സമൂഹത്തിലും നാട്ടിലും ജനങ്ങളുടെ ഇടയിലുമൊക്കെ നിങ്ങൾക്കൊരു വിലയുണ്ടാകും. എല്ലാവർക്കും നിങ്ങളോടൊരു ബഹുമാനമുണ്ടാകും, വലിയ സ്നേഹമുണ്ടാകും, നിങ്ങളുടെ വാക്കിന് വിലയുണ്ടാകും. മാത്രമല്ല എല്ലാവർക്കും നിങ്ങളോട് സ്നേഹം ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരുടെയും സഹായം നിങ്ങൾക്കുണ്ടാകും. ഇത് പതിവായി ചൊല്ലുന്നത് കൊണ്ടുള്ള മറ്റൊരു വലിയ നേട്ടങ്ങളാണ് റിസ്കിൽ വിശാലതയുണ്ടാകും. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഭക്ഷണത്തിനൊരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല, പണത്തിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല, സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ചയുണ്ടാകും. നിങ്ങളുടെ കച്ചവടത്തിലും നിങ്ങളുടെ ജോലിയിലും നിങ്ങളുടെ എല്ലാ കാര്യത്തിലും നല്ല വിജയമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുക. നിങ്ങൾ തുടങ്ങുന്ന എല്ലാ കാര്യവും വെച്ചടി കയറ്റം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അതിലൊക്കെയും നല്ല ബറക്കത്തുണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഒരു തകർച്ചയും ഉണ്ടാകില്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യം നേടിയെടുക്കണമെങ്കിൽ, എന്തെങ്കിലും ഒരു ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് നിറവേറി കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ദിക്ർ 700 പ്രാവശ്യം ചൊല്ലുക. എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. എന്നാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും 100% നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് നിറവേറി കിട്ടും. നിങ്ങൾ ജീവിതത്തിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. സ്വന്തമായിട്ട് വീടില്ലാത്ത ആളുകളും കുട്ടികളില്ലാത്ത ആളുകളും കല്യാണം ശരിയാകാത്ത ആളുകളും ജീവിതത്തിൽ അങ്ങനെ തുടങ്ങിയ എന്തെല്ലാം ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെയുണ്ടോ അതൊക്കെയും നിങ്ങൾക്ക് പെട്ടെന്ന് നിറവേറി കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ദിക്ർ 700 പ്രാവശ്യം ചൊല്ലുക. എന്നതിൻ്റെ ശേഷം നിങ്ങൾ ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും നിങ്ങളുടെ ആ വലിയ സ്വപ്നം, വലിയ ആഗ്രഹം നിങ്ങൾക്ക് പൂവണിയും. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് നിന്ന് ഒരു മനുഷ്യൻ ദുആ ചെയ്യുകയാണ്. എന്നാൽ ആ ദുആയിൽ യാദൽ ജലാലി വൽ ഇക്രാം എന്ന് ആ മനുഷ്യൻ പറയുന്നുണ്ട്. അത് കേട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾക്ക് ദുആക്ക് ഇജാബത്ത് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും, എന്ത് നല്ല ഹലാലായ കാര്യങ്ങളും അള്ളാഹുവിനോട് ചോദിച്ചോളൂ, ഉറപ്പായിട്ടും അള്ളാഹു അത് നിറവേറ്റി തരുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ നാമം നിങ്ങൾ എല്ലാ ദിവസവും ധാരാളം നിങ്ങൾ ചൊല്ലുക. ചുരുങ്ങിയത് നിങ്ങൾ 100 പ്രാവശ്യമെങ്കിലും നിങ്ങൾ എല്ലാ ദിവസവും ചൊല്ലുക. മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല ഹലാലായ ആവശ്യങ്ങൾ പെട്ടെന്ന് നിറവേറി കിട്ടണമെങ്കിൽ ഈ ഇസ്മ നിങ്ങൾ 700 പ്രാവശ്യം നിങ്ങൾ ചൊല്ലുക. എന്നതിൻ്റെ ശേഷം നിങ്ങളുടെ എന്ത് ആവശ്യമാണോ നിങ്ങൾക്ക് നിറവേറി കിട്ടേണ്ടത് അത് നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കുക. ഈ ഇസ്മ നിങ്ങൾ എല്ലാ ദിവസവും പതിവായി ചൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയത്തിൻ്റെ മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ കണ്ടറിയാൻ സാധിക്കും. അത്രക്കും വലിയ മഹത്വമുള്ള, വലിയ പവറുള്ള അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ഒരു നാമമാണ് ഇത്. അള്ളാഹു സുബ്ഹാനഹു തആല യാദൽ ജലാലി വൽ ഇക്രാം എന്ന ഈ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൻ്റെ മഹത്വം നമുക്ക് ജീവിതത്തിലും ഖബറിലും മഹ്ശറയിലും അള്ളാഹു നമുക്ക് നൽകട്ടെ. അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധമായ നാമം നാം എല്ലാവർക്കും ധാരാളം ചൊല്ലാൻ കഴിയുവാനും അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആലയെ നമുക്ക് നേരിട്ട് കാണുവാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ.
അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധമായ നാമത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അള്ളാഹു നമുക്ക് നിറവേറ്റി തരട്ടെ. നമ്മുടെ ജീവിതത്തിൽ നല്ല ഐശ്വര്യവും ബറക്കത്തും റഹ്മത്തും സന്തോഷവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവിടുത്തെ ജീവിതം നല്ല റാഹത്തിലും സന്തോഷത്തിലും ആനന്ദത്തിലുമാക്കി കൊടുക്കറപ്പേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.